കോഴിക്കോട് കോർപ്പറേഷൻ പണിത ഫ്ളാറ്റിൽ ജീവൻ പണയം വെച്ച് കഴിയുന്നത് 24 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. വർഷങ്ങൾ പഴക്കമുള്ള ഫ്ളാറ്റിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് താമസക്കാർ പലതവണ കോർപ്പറേഷന് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇന്ന് ഫ്ളാറ്റിന്റെ കോൺക്രീറ്റ് സ്ലാബ് അടർന്നു വീണപ്പോൾ താമസക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഇവരെ ദുരിതത്തിൽ നിന്ന് കരകയറ്റണമെന്നാവശ്യപ്പെട്ട് അമൃത ന്യൂസ് പലതവണ വാർത്ത നൽകിയിരുന്നു. ആക്കിയതെല്ലാം പൊട്ടിട്ട് വീണ്ടും കയറിയിട്ട് എപ്പോഴാണ് പൊട്ടലെന്നും അറിയാൻ പറ്റില്ല. എന്താ ചെയ്യുന്നത്? മഴ പെയ്താൽ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. വീണിട്ടില്ല എന്നുള്ളൂ, ബാക്കിയെല്ലാം വീണ്ടും ഇരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം വീണ്ടും കയറിയിട്ട് എപ്പോഴാണ് തൂകലെന്ന് അറിയില്ല. അടുക്കണ്ട അവിടെ ഇതാ ഇവിടെയൊക്കെ കണ്ടില്ലേ. കോഴിക്കോട് പണിക്കർ റോഡിലെ ഈ ഫ്ളാറ്റിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് അമൃത ന്യൂസ് പലതവണ വാർത്ത നൽകിയിരുന്നു. വാർത്തയോടൊപ്പം തന്നെ കോർപ്പറേഷൻ അധികാരികളെ നേരിൽ കണ്ട് കാര്യവും ധരിപ്പിച്ചു. എന്നാൽ അധികാരികൾ അതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല എന്നതാണ് ഖേദകരം. കഴിഞ്ഞ ദിവസം പൊട്ടിപ്പൊളിഞ്ഞ ഫ്ളാറ്റിന്റെ കോൺക്രീറ്റ് സ്ലാബ് അടർന്നു വീണു. റൂമിനുള്ളിലെ താമസക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. എന്തോ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് കണ്ടപ്പോൾ എല്ലാവരും കൂടി പാഞ്ഞു വന്നത് എന്താണ് നിശ്ചിതാർത്ഥം എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തെ ഞാനിങ്ങനെ ബാതിലിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന സമയത്ത് ആ ചൂലും അടുത്ത് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നോട് കൂടിയിട്ട് ഒന്നായിട്ട് കട്ടിലിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞാട്ട് വീണോട്ട് പൊന്നു മോളെ. പിന്നെ എനിക്ക് എന്താ പറയേണ്ടത് ഏതാ പറയാൻ എനിക്ക് അറിഞ്ഞുകൊണ്ട് എനിക്ക് പേടിച്ച് ബേജാറായിപ്പോയി. ഞാനെല്ലാം കൂടി തടി വെറുക്കണം എനിക്കെല്ലാം കൂടി. ഇപ്പൊ ഇടിഞ്ഞു പൊളിഞ്ഞ് ഇഞ്ഞും വീഴാന്ന് കിടക്കാണ്. 24 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നത്. ചോർന്നൊലിക്കുന്ന മഴവെള്ളവും കക്കൂസ് മാലിന്യവും പാചകം ചെയ്തു വെക്കുന്ന ഭക്ഷണത്തിൽ വീഴാതിരിക്കാൻ പ്ലാസ്റ്റിക് കവർ കൊണ്ട് അടുക്കളയ്ക്ക് മുകളിൽ മറച്ചുകെട്ടേണ്ട അവസ്ഥയാണ്. അന്നന്നത്തെ അന്നത്തിനായി കഷ്ടപ്പെടുന്ന ഇക്കൂട്ടർ ഓരോ മഴക്കാലവും തള്ളി നീക്കുന്നത് വലിയ ആശങ്കയോടും ഭീതിയോടുമാണ്. ഭയം കാരണം ഇവർ പലപ്പോഴും അയൽവാസികളുടെ വീട്ടിൽ അഭയം തേടുക പോലും ചെയ്യാറുണ്ട്. ജീവൻ പേടിയില്ലാത്തവരാരുമില്ല. എല്ലാം പ്രായമുള്ളവരും മക്കളൊക്കെയാണ്. ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണാൽ അപ്പോൾ എവിടെയെങ്കിലും അടുത്തുള്ള വീട്ടിലൊക്കെ പോയി കിടക്കുകയാണ് ഇവർ രാത്രി ആയാൽ. അവല്ലാണ്ട് ഒരിക്കലും ഇവിടെ കിടക്കാൻ പേടിപ്പോൾ കണ്ടില്ലേ, ചൂലെടുക്കാൻ വന്നിട്ടാണ് ഇപ്പോൾ അത്തരത്തിൽ ഇതായി ഒടിഞ്ഞ് വീണത്. എല്ലാം പൈത മക്കളും ഇതൊക്കെ ഉള്ളതാണ്. ആരൊന്നും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ദയവ് ചാച്ച് ഇപ്പം ചെയ്തു കൊടുത്താൽ നന്ന്. എല്ലാം മരിച്ചിട്ട് ചെയ്തിട്ട് ഇതിനൊരു ഫലവും ഇല്ല. 1983 അന്നത്തെ മേയറായിരുന്ന KN നാരായണൻ നായരാണ് കോർപ്പറേഷന്റെ ഈ ഫ്ളാറ്റ് ഉദ്ഘാടനം ചെയ്തത്. 20 വർഷത്തെ ഗ്യാരണ്ടിയിൽ നിർമ്മിച്ച ഫ്ളാറ്റിൽ ഇപ്പോൾ 40 വർഷം പിന്നിടുമ്പോഴും യാതൊരു പുതുക്കിപ്പണിയിലും നടന്നിട്ടില്ല. ഫ്ളാറ്റ് പുതുക്കിപ്പണിയണമെന്ന ആവശ്യവുമായി പലതവണ കോർപ്പറേഷനെ സമീപിച്ചെങ്കിലും ഫണ്ടില്ലെന്ന കാരണത്താൽ ഇവരെ മടക്കി അയക്കുകയായിരുന്നു. സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതികളിലും ഇവരുടെ പേര് ഇല്ല എന്നുള്ളത് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ഒരിടത്തേക്ക് പോലും ഇവർക്ക് മാറി താമസിക്കാനില്ല. പദ്ധതിയിൽ പേര് ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഇവർ ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെങ്കിലും ഇല്ലേ എന്നാണ് അധികാരികൾ ചോദിക്കുന്നത്. ഇനിയും ഇവരെ കണ്ടില്ലെന്ന് നടിക്കാനാണ് കോർപ്പറേഷന്റെ ഭാവമെങ്കിൽ വലിയ ദുരന്തത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കേണ്ടി വരിക. അമൃത ന്യൂസ്, കോഴിക്കോട്.